നമസ്കാരം. ഗാനസാധനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഹാർമോണിയം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഭംഗിയായിട്ട് പഠിച്ച് പ്രാക്ടീസൊക്കെ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വാസത്താൽ ഇന്ന് അടുത്ത പാഠഭാഗം പറഞ്ഞു തരികയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മേൽസ്ഥായി വരിശയാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് ആ മേൽസ്ഥായി വരിശയുടെ അടുത്ത ഭാഗം പഠിക്കാം. മായാമള ഗൗള രാഗത്തിലാണ് നമ്മുടെ പഠനം നടക്കുന്നത്. അതൊന്ന് വായിച്ചുതരാം. മായാമള ഗൗള രാഗം നിങ്ങൾക്ക് വായിക്കാൻ അറിയാം എങ്കിലും ഒരെണ്ണം കാണിച്ചു തരാം. സരി ഗമ പധ നി സ സാ നി ധ പ മ ഗ രി സ. ഇങ്ങനെയാണ് മായാമള ഗൗള രാഗം വായിക്കുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആദ്യം ആരോഹണം വായിച്ചു പോവുക. സരി ഗമ പധ നി സ സാ സാ ധ നി സരി സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ആരോഹണം ഇതുപോലെ തന്നെ നിർത്തണം. ഇത് ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിന് ആദ്യത്തെ ലൈൻ അത് തന്നെയാണ്. ഇനി ഈ ലൈനാണ് മാറ്റം. ധ നി സരി സാ സരി സാ സരി സാ നി ധ പ മ പ. ഈ ഒരു ലൈൻ മാറ്റമുണ്ട്. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ധ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം പഠിച്ച് അതിൻ്റെ അതാണ് വായിക്കുന്നത്. സാ നി ധ പ മ ഗ രി സ. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ പാടാം. സാ സാ ധ നി സരി സാ സരി സാ സരി സാ നി ധ പ മ പ ധ നി സരി സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. ഇത്രയേ ഉള്ളൂ. ഈ ഒരു പാഠഭാഗം ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഈ മധ്യമൊക്കെ നമ്മളിങ്ങനെ തന്നെ പാസ് ചെയ്യണം കേട്ടോ. ധ നി സരി സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. ഇത് നമുക്ക് സ്പീഡിൽ വായിക്കാം.
ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. സരി ഗമ പദ നി സ സാ സ ധ നി സാ സരി സ സരി സാ നി ധ പ മ പ ധ നി സരി സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. ഇത് നിങ്ങൾ ഒന്നാം കാലം രണ്ടാം കാലം വായിച്ച് നന്നായിട്ട് ഫിംഗറിങ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളിങ്ങനെ വായിച്ചാൽ മതി. ഇങ്ങനെ. അപ്പോൾ ഇത്രയും നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇത് കഴിഞ്ഞ് ഇത് നല്ലവണ്ണം നിങ്ങളുടെ ഫിംഗറിങ് ആയി കഴിയുമ്പം അടുത്ത നോട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. അതുവരെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും വീണ്ടും ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.